നമുക്ക് ഇന്ന് കഴിക്കാൻ ഫുഡില്ല. 30 കിലോമീറ്റർ മേലെയുള്ള വണ്ടി കൊണ്ട് ജോലിക്ക് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും മൊത്തം കാണണം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് സമയം ഇപ്പോൾ നമുക്ക് 6:11 ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇന്ന് നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമാണ്. അപ്പം ഇന്ന് സത്യത്തിൽ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഇന്ന് സർജൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാ നമുക്കൊരു ഓർഡറിന് ബേസ് ആയിട്ട്, അതായത് 5 കിലോമീറ്റർ വരെ നമുക്ക് 25 രൂപയാണ് നമുക്ക് കിട്ടുന്നത്, 5 കിലോമീറ്റർ വരെ. അപ്പോൾ ഇന്ന് സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് സർജ് 15 രൂപയാണ്. അതായത് ഇവരോരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് സമയം. ഇന്നത്തെ സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 രൂപ എക്സ്ട്രാ കിട്ടും. അതായത് നമ്മുടെ 25 രൂപ ബേസ് പേ കൂടാതെ നമുക്ക് 15 രൂപയും കൂടെ എക്സ്ട്രാ നമുക്ക് ഓരോ ഓർഡറിന് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് സർജ് സമയത്തായിട്ട് നമ്മൾ ഇന്ന് സർജ് ഉണ്ടായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എന്താ വർക്ക് ചെയ്യാത്തതെന്ന് നമുക്ക് വഴിയ വീഡിയോയിൽ പറയാം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിപ്പം അതേപോലെ ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന സമയം ആവുന്നതേ ഉള്ളൂ. അതായത് ഞാനിപ്പം 6:12 ആവുന്നതേ ഉള്ളൂ. നമുക്ക് സത്യത്തിൽ നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 6 മണി തൊട്ട് 11 മണി വരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 4 മണിക്കൂർ 31 മിനിറ്റ് വർക്ക് ചെയ്യണം. അപ്പം അതായത് നമ്മൾ ഇപ്പോൾ 6:10 നമ്മൾ 6:25 മുന്നേ എങ്കിലും മിനിമം ലോഗിൻ ചെയ്യണം. കാരണം 4 മണിക്കൂർ 31 മിനിറ്റ് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ 4.5 മണിക്കൂർ മതിയെന്ന് പറഞ്ഞിട്ട് 6:30 തൊട്ട് 11 വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം വെച്ചാൽ അതിനാണ് അവർ ആ 1 മിനിറ്റ് വെച്ചിരിക്കുന്നത്. അത് കമ്പനിയുടെ ഒരു ട്രിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം 6 മണിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ 6:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സോണിനകത്ത് വന്നിട്ട് വേണം ഓൺ ചെയ്യാൻ. കാരണം നമ്മൾ സോണിനകത്ത് വന്നാൽ മാത്രമേ ഇത് ഓൺ ആവത്തുള്ളൂ. നമ്മൾ സോണിന് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടത്തില്ല. ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ദിവസം ഇൻസെൻറ്റീവ് കിട്ടും. അതായത് നമ്മുടെ ഓർഡർ പേ കൊണ്ട് മാത്രം നമുക്ക് എന്തായാലും ഒരു ദിവസം ഓടിക്കന്നെ മുതലാവത്തില്ല. അപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവും കൂടെ കിട്ടിയിട്ടേ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവും കൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം നേരെ നമ്മുടെ മാളപ്രാങ്കുണ്ട് ഫ്രണ്ടിലുള്ള ഒരു ചായക്കടയിൽ പോവാണ്. നമ്മളത് ഇന്ന് വൈകിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോലിക്ക് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ഇപ്പം അങ്ങോട്ട് പോകാം. സോ അതപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മുടെ മാളപ്രാങ്കുണ്ട് ഫ്രണ്ടിലുള്ള നമ്മൾ ചായക്കടയിൽ എത്തി കേട്ടോ. ഞാൻ ചായയല്ല, നമ്മൾ പദ്ധതി ഇപ്പം ബൂസ്റ്റാണ് കുടിക്കുന്നത്. കാരണം നമ്മൾ ചായ ഇപ്പം ഞാൻ കുടിക്കാൻ നിർത്തിയിട്ട് ഇപ്പോൾ 2 മാസമായി. കാരണം ജാടയല്ല, നമ്മൾ ബൂസ്റ്റ് കുടിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചായ മാറ്റിയത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ എന്തായാലും ലോഗിൻ ചെയ്തിട്ട് പോകാം. കാരണം നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ടൈം ഓൾറെഡി ആയിട്ടുണ്ട്. 6:15 6:17 നമ്മളിവിടെ വന്നിട്ട് ആദ്യം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം നമ്മൾ സമയം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. നമുക്ക് എന്നിട്ട് എന്തായാലും ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് അപ്പോഴത്തേക്ക് ഒരു ബൂസ്റ്റ് കുടിച്ചിട്ട് വരാം. നേരം പോയി ചേട്ടാ ഒരു ബൂസ്റ്റേ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളത്തെ വൈകിട്ടത്തെ ആദ്യത്തെ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 6:32 നമുക്ക് 6:30 തോന്നുന്നു 31 ഓർഡർ വന്നത്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ലോങ് ഓർഡർ തന്നെ കേട്ടോ. 134 ഇപ്പോൾ ഈ ഓർഡറിൻ്റെ ഏണിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ സർജില്ലേ, അപ്പോൾ 15 രൂപ നമുക്ക് സർജും കൂടെ ഉണ്ട്. അത് ചേർത്താണ് 134. ഇനി നമുക്ക് ആദ്യം ഓർഡർ കൺഫേം കൊടുക്കണം. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസാണ് ഈ കാണിക്കുന്ന ഓർഡർ കവർ ചെയ്യാനുള്ളത്. 14 കിലോമീറ്റർ അടുപ്പിച്ച് വരും ഒരു സൈഡ്. നമ്മൾ തിരിച്ചും കൂടെ ആകുമ്പോൾ 28 കിലോമീറ്റർ ആവും. നമുക്ക് എന്തായാലും കൺഫേം കൊടുക്കാം. ബാക്കി വിശേഷം നമുക്ക് പോകുന്ന വഴി പറയാം. മക്ഡൊണാൾഡ്സ് ഗൈസ്, നമ്മൾ മാളപ്രാങ്കുൻ്റെ വെളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ മക്ഡൊണാൾഡ്സിലാണ് ഓർഡർ. അപ്പം സാധാരണ വണ്ടി നമ്മൾ അകത്താണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റിന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ ഏഷ്യാനെറ്റിന് ഷൂട്ടിംഗ് നടക്കുകയാണ് കേട്ടോ. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സാധാരണ നമ്മുടെ വണ്ടി അവിടെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വെളിയിലത്തെ സൈഡിലാണ്, ഈ റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ വണ്ടി വെക്കുന്നത്. നമുക്കിനി ഇവിടെ നടന്ന് അവിടെ പോകണം. അവിടെയാണ് മക്ഡൊണാൾഡ്സ്. നമുക്ക് എന്തായാലും വേഗം പോയി ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. 4366 അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ, നമ്മൾ ഇന്നത്തെ വൈകിട്ടത്തെ ആദ്യത്തെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് നമ്മൾ ഓർഡർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഐറ്റംസ് 2 ഉണ്ടോയെന്ന് കൺഫേം ചെയ്യണം. ജസ്റ്റ് അതായത് ഈ ബില്ലിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ പിക്കപ്പ് കൊടുക്കണം ആപ്ലിക്കേഷനകത്ത്.
എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ ചോദിക്കും നമ്മൾ ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനകത്തുള്ള ഈ ആരോയുടെ ഐക്കൺ ഞെക്കുമ്പോൾ നമുക്ക് നേരെ ഗൂഗിൾ മാപ്പിലേക്ക് വേണം ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആണ്. ആപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത് മാക്സിമം. നിങ്ങൾക്ക് ലൊക്കേഷൻ അല്ലാതെ അറിയാമെങ്കിൽ മാത്രമേ ഡയറക്റ്റ് മാപ്പ് നോക്കാതെ പോകാം. അല്ലെങ്കിൽ ഈ സ്ഥലം പരിചയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് മാപ്പ് നോക്കി തന്നെ പോകണം. ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് തന്നെയാണ്, 6 മണി തൊട്ട്. കാരണം 6 മണി തൊട്ട് ശേഷം എടുക്കുന്ന ഓർഡറുകൾക്ക് നമുക്ക് 2-3 ബെനിഫിറ്റുകളാണ്. കാരണം നമ്മൾ വെയിൽ കൊള്ളണ്ട, അങ്ങനെ മറ്റ് എന്താ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് രാത്രി ആകുമ്പോൾ കുറച്ച് കൂളായിട്ട് നമുക്ക് ഓർഡറൊക്കെ എടുക്കാൻ പറ്റും. കാരണം ഉച്ചയ്ക്ക് വർക്ക് ചെയ്യുന്ന പോലല്ല, ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്, അതായത് ഭയങ്കര വെയിലും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാത്രി വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. അതായത് അത്രയും സ്ട്രെസ്ഫുൾ അല്ല. ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ ഒന്നും വർക്ക് ചെയ്യുന്ന പോലെ അത്ര സ്ട്രെസ്ഫുൾ അല്ല നമുക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂളായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും, അത്ര ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം ഓർഡേഴ്സും ഉണ്ട്, രാവിലത്തേക്കായും ഉച്ചയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് എന്നും അങ്ങനെ നല്ല ഓർഡേഴ്സൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈമിങ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ഒരു നല്ല ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ഏണിങ്സ് അതായത് വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ പാർട്ട് ടൈമായിട്ട് നോക്കുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇന്നത്തെ വൈകിട്ട് നമുക്കിന്ന് നേരെ തിരിച്ച് ശാസ്ത്രമംഗലത്തോട്ട് പോകാം. ഇവിടെ നിന്ന് അടുത്ത ശാസ്ത്രമംഗലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. ഡെലിവറി കൊടുത്ത് നമുക്ക് നമ്മളിനി ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്യണം. നമുക്ക് മിക്കവാറും ബാഗിൻ്റെ ഒരു ഫോട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ചോദിക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ യൂണിഫോമിൻ്റെ ഫോട്ടോ ഇടയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും നേരെ അടുത്ത ഓർഡറിലേക്ക് പോകുന്നു. അടുത്ത് പോകുന്ന വഴിയാണ് നമുക്ക് കേട്ടോ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓർഡറിൽ ഒരു 15 സർജ് ഉണ്ട്. സർജ് മിക്കവാറും ഇന്ന് 10 മണി വരെ ഉണ്ട്. അപ്പം ടോട്ടൽ ഏണിങ്സ് ഇതിനകത്ത് 160. പിന്നെ ലോങ് ആണ് കേട്ടോ, നമുക്ക് 19 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന്. സബ്വേയിലാണ്, വഴുതക്കാടാണ്. അപ്പം നേരെ വെക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 350 സംതിങ് ആവും. പക്ഷേ ഇതിപ്പോൾ നോക്കണ്ട, ലൈക്ക് അതായത് എല്ലാ ദിവസവും നമുക്കിപ്പോൾ ഇങ്ങനെ ഓർഡർ കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ എനിക്കിപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. അതെന്തായാലും കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. നമുക്കിനി ബാക്കി എത്രയാണെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡറുമായിട്ട് നമ്മളിപ്പോൾ മണക്കാട് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ആദ്യകാല പൊങ്കാലയുടെ ദിവസം ആയതുകൊണ്ട് വളരെ നല്ല പ്ലസൻ്റ് ഡേ ആണ്. പക്ഷെ നല്ല ട്രാഫിക്കാണ് കേട്ടോ. അതിൻ്റെ തിരക്ക് എന്തായാലും റോഡിലുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പോയി നമ്മളിപ്പം തിരുവല്ലം കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസയാണ് കേട്ടോ. ടോൾ പ്ലാസയാണ്. ഇനി നമുക്കൊരു ലോങ് ആണ് അടിച്ചത്. നമുക്ക് ടോട്ടൽ 18 കിലോമീറ്ററാണ്. പിന്നെ നമ്മൾ തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു 28-30 കിലോമീറ്റർ ആവും എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഇതിന് 30 കിലോമീറ്ററാണ് നമുക്ക് 124 രൂപ പേയ്മെൻറ്റ് തരുന്നത്. അത് മാത്രമല്ല നമുക്ക് സമയം ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും. അപ്പം മോസ്റ്റ്ലി ചില ആൾക്കാർ ലോങ് ഓർഡർ എടുക്കാൻ താല്പര്യമില്ല, മിക്ക ആൾക്കാരും എടുക്കാറില്ല. ഞാനിപ്പം ലോങ് ഓർഡർ പ്രിഫർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല വണ്ടിയാണെങ്കിലേ ലാഭം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മൈലേജ് ഇല്ലാത്തൊരു സ്കൂട്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ ലോങ് പോകാമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ടിനോളം ചേർന്ന ഒരു പെട്രോൾ നമുക്ക് ചിലവാകും വണ്ടിയിൽ നിന്ന്. നമുക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് കാണത്തില്ല, മിച്ചമായിട്ടൊന്നും കാണത്തില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ മൂന്നാമത്തെ ഓർഡർ വന്നിരിക്കുകയാണ്. നമുക്ക് 70 രൂപയാണ്, 15 രൂപ സർജും കൂടെ ചേർത്ത് മൂന്നാമത്തെ ഓർഡർ. നമുക്കിത് മണക്കാട് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തിരുവല്ലത്തേക്കാണ്. നമുക്കിനി ഇവിടുന്ന് റൈറ്റ് സൈഡ്, അത് അപ്പർ സൈഡിലെ റോഡ് പിടിച്ച് വേണം നമുക്ക് മണക്കാടോട്ട് കയറാൻ. അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചുറ്റേണ്ടി വരും. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് ഈ ഓർഡർ പിക്ക് ചെയ്യാം, കൺഫേം കൊടുക്കാം. അടിപൊളി ഗൈസ്, പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഓർഡറാണ് ഇട്ടിരുന്നത് കമ്പൈൻഡ്. അതായത് നമുക്ക്
വലത്തോട്ട് പോകുന്ന ഡയറക്ഷൻ തന്നെ 2 ഓർഡർ കിട്ടും. അതിനകത്ത് എനിക്ക് ആ സാറ് നമുക്ക് 50 രൂപ ടിപ്പും തന്നു കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കത് നമ്മളങ്ങനെ നമ്മുടെ ഓർഡർ പിക്ക് ചെയ്യാനുള്ള റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. നമുക്ക് ഇവിടെ ഫ്രണ്ടിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്കപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാൻ നമുക്ക് ബ്രെഡാണ്. അപ്പം നമുക്ക് ഇന്ന് ഓൾറെഡി നമ്മുടെ ഒരു ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നാളെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ബ്രെഡ് വാങ്ങിക്കാം. ഓർഡർ ഇവിടുന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അമ്മ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ച് വെക്കാം. ഇവിടെ കളക്ട് ചെയ്ത് രണ്ട് ഓർഡർ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് വെച്ചാൽ ഓർഡർ നമ്പർ നോക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കാവും. അല്ലെങ്കിൽ ഓർഡർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് അവർ ബില്ല് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ബില്ല് നോക്കി ഓർഡർ നമ്പറും ഐറ്റവും നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് കൊടുക്കാവും. സോ ഇതങ്ങനെ നമ്മുടെ ഡബിൾ ഓർഡർ നമ്മൾ ഓൾറെഡി കൊടുത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പം മുട്ടത്തറ സർവീസ് പറഞ്ഞ ബാങ്കിൻ്റെ അടുത്ത് നമ്മൾ ഇന്ത്യക്കലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടനെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് 113. ഇത് നമുക്ക് ലോങ് ഓർഡറാണ് കേട്ടോ. സർജ് ഇപ്പോഴും ഉണ്ട്. നമുക്ക് 10 മണിവരെ സർജ് ഉണ്ട്. 15 രൂപ എക്സ്ട്രാ 10 മണിവരെ ഉണ്ട്. 14 കിലോമീറ്റർ ടോട്ടൽ. നമുക്ക് ബുഹാരിയിലാണ് കേട്ടോ. അട്ടക്കുളങ്ങര പോകണം. ഇവിടുന്ന് നേരെ പോകുന്ന വഴി തന്നെയാണ്. നമുക്ക് എന്തായാലും ഓർഡർ കൺഫേം ചെയ്യാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഓർഡർ അട്ടക്കുളങ്ങരയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് ഓർഡർ നമ്മൾ മണ്ണന്തലയിൽ കൊടുത്തിട്ട് നമ്മളിപ്പം പാളയത്തോട്ട് പോകുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പാളയത്തോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ നേരെ കാണുന്ന സൂവിൻ്റെ കയറിയാണ്. അപ്പം ഞാൻ ഇപ്പം ഇന്ന് നമ്മൾ ടോട്ടൽ ഓൾറെഡി 5 ഓർഡറാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ 4 മണിക്കൂർ ടോട്ടൽ ഒരു 4 മണിക്കൂർ 2 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ അവസ്ഥ നമ്മുടെ ഏണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ 577 നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഏണിങ്സ്. സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷിഫ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. അതായത് 6 തൊട്ട് 11 വരെയാണ്. നമ്മളൊരു 6:30 ഇന്ന് ലോഗിൻ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കണം. നമുക്ക് ചപ്പാത്തി കടയെന്നോ അല്ലെങ്കിൽ ദോശ എവിടുന്നേലും കഴിക്കണം. എന്നിട്ട് നമുക്കിനി ഒരു 2-3 ഓർഡറും കൂടെ എടുക്കണം ഇന്നത്തെ ദിവസം. ഒരു 11:30 വരെ നിൽക്കണം. കാരണം അല്ലെങ്കിൽ നമുക്കിനി നാളെ രാവിലെ അല്ലെങ്കിൽ ഇനി രാവിലെ എണീക്കാനുള്ളതാണ്. 8 മണിക്ക് ഇനി ഓഫീസിൽ പോയിട്ട് 8 മണി തൊട്ട് ഇനി നമുക്ക് തല മര വെച്ച് കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. അതായത് നമ്മുടെ വീഡിയോസിന് കുറേയധികം നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് പിന്നെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. പിന്നെ നമുക്ക് വേറൊരു ഓർഡർ വന്നു. ഇത് നമ്മുടെ 6ാമത്തെ ഓർഡറാണ് കേട്ടോ. ഇനി ഒരു 2 ഓർഡർ കൂടെ നമ്മൾ മാക്സിമം എടുക്കുമായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് നോക്കാം ടോട്ടലി നമുക്ക് എത്ര ഓർഡർ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് എന്തായാലും കൺഫേം കൊടുക്കാം. ഓക്കെ, ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിത് പിക്കപ്പ് ചെയ്യാൻ പോകേണ്ടത്. നമുക്ക് സോ ഗൈസ് അപ്പോൾ നമുക്ക് കുറേയധികം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. പിന്നെ കുറേയധികം കമൻറ്റ്സ്, അതായത് കുറേയേറെ ഡൗട്ട്സ് വരുന്നുണ്ട്. അതായത് വളരെയധികം നല്ല കുറേ പോസിറ്റീവ് കമൻറ്റ്സൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലൈക്ക് അത്രയും കമൻറ്റ്സ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ അതായത് പ്രിപ്പയർഡ് അല്ലായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റി പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇന്ന്. പിന്നെ നമ്മളിന്ന് നമ്മുടെ വണ്ടിയിൽ നമ്മളിതുവരെ പെട്രോൾ അടിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇന്നലെയാണ് ഞാൻ നമ്മുടെ വണ്ടിയിൽ 260 അടിച്ചത്. അപ്പോൾ യൂഷ്വലി ഇന്നലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ രാത്രി പോകുന്നതിന് മുന്നേ നമ്മൾ അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം നമുക്ക് ഒരു ദിവസം പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം പെട്രോൾ ലാസ്റ്റ് ഇതിനകത്ത്. അതായത് ഞാൻ ഇന്നലെ 260 അടിച്ചു. അപ്പം നമുക്ക് ഇന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ രാത്രിയിലാണ് പെട്രോൾ അടിക്കുന്നത് നമ്മൾ പോകുന്നതിന് മുന്നേ.
ഫോൺ പേ ഉണ്ടോ? ഫോൺ പേ ഉണ്ടോ? ഇല്ല. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. Oh, yeah, I think that we've all had enough. Sick of dealing with the old plan. ഇപ്പം സമയം 11:30 ആയി കേട്ടോ. നമ്മളിപ്പോൾ കരമന നിൽക്കുകയാണ്. നമുക്ക് ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇത് കഴിഞ്ഞ് മിക്കവാറും നമ്മൾ വീട്ടിൽ പോകും. നമുക്ക് കിള്ളിപ്പാലത്താണ് നമുക്ക് ഓർഡർ ഇട്ടേക്കുന്നത്. ഇതിനി ഒരു 7.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 65 രൂപയാണ് കിട്ടിയിരുന്നത്. അത് മാത്രമല്ല, പിന്നെ രാത്രിയിലൊരു ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം വരുവാണെങ്കിൽ നമുക്ക് 20 രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ട്. രാത്രിയിൽ മാത്രം എക്സ്ട്രാ ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ കൺഫേം ചെയ്യാം. Many hours later. സോ അങ്ങനെ സമയം ഇപ്പോൾ 1:10 കേട്ടോ. നമ്മളിന്ന് പദ്ധതിത്തേനെ ലേറ്റായിട്ട് നമ്മൾ നിൽക്കാത്തതാണ്. ഇന്ന് പദ്ധതി ഡെലിവറി ബോയ്സ് കുറവായോണ്ടോയെന്ന് അറിയത്തില്ല, കുറവായോണ്ടാണെന്നൊന്നും അറിയത്തില്ല. ഇന്ന് ഡെലിവറി ബോയ്സ് നമുക്കിന്ന് 10 ഓർഡർ തോനെ ഓർഡർ കിട്ടി. അത് മിക്കതും ലോങ് ഓർഡർ ആയിരുന്നു കേട്ടോ ഗൈസ്. സോ ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പെട്രോളിന് നമ്മളിന്ന് 260 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. നോർമലി ഇപ്പോൾ എനിക്ക് 260 രൂപയ്ക്ക് അടിച്ച 2 ദിവസം പെട്രോൾ നിൽക്കാറുണ്ട്. പിന്നെ ഫുഡ്, സോ ഗൈസ് ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കിന്ന് കഴിക്കാൻ ഫുഡില്ല. അതായത് നമുക്കിന്ന് ഫുഡ് കിട്ടിയില്ല. കാരണം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ആ ഒരു കടയിൽ പോയപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അതായത് കുറച്ച് ചില്ലറ പൈസ ഉള്ളായിരുന്നു. നമ്മൾ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത്. അപ്പം അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ക്യാഷ് നമ്മുടെ കയ്യിലായിട്ട് ലിക്വിഡ് ക്യാഷ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ കടയിൽ പേടിഎം എടുക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ആ സമയത്ത്. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം ആയതുകൊണ്ട് നമുക്ക് കടകളൊന്നും ഇല്ല. കുറച്ച് കടകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഫുഡ് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സന്തോഷമുണ്ട്. അതായത് ഇന്ന് നമുക്ക് അത്യാവശ്യം പ്രതീക്ഷിച്ചതിലും ലൈക്ക് എന്ത് പറയുന്നത് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇപ്പം സത്യം നമ്മൾ കുറച്ച് ടയേർഡായിട്ടുണ്ട്, നല്ല ടയേർഡ്. നമ്മളിന്ന് ബ്രെഡ് വാങ്ങിച്ചത് കൊണ്ട് നമുക്കിന്ന് രാത്രി നമുക്കിന്ന് ബ്രെഡ് കഴിക്കണം. ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ ബ്രെഡാണ്. ഇപ്പം ഞാനിപ്പം പൂജപ്പര ഒരു പാർക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. സോ പൂജപ്പര സെൻറ്ററിലുള്ള ഒരു പാർക്കിലാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യുകയാണ്. സോ ഇന്നത്തെ ദിവസം നമ്മുടെ ടോട്ടൽ ഏണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 913 പിന്നെ 145 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അത് നമുക്ക് നാളെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതിൽ നിന്ന് നമുക്ക് 400 രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അത് നമ്മുടെ നാളത്തെ സാലറിയിൽ നിന്ന് കട്ടാവും. അപ്പം കുറച്ചധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്ന ക്യാഷ് നമ്മൾ എന്തു ചെയ്യും, കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്ന ക്യാഷ് എന്തു ചെയ്യും, അത് ഷോപ്പിൽ കൊടുക്കണം എന്തുവന്നു. അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. അതായത് അത് നമുക്ക് ഇപ്പോൾ ഇന്ന് 300 രൂപ കിട്ടിയാൽ നാളെ നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടാവും. അങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതല്ല പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്താൽ ഇത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ ഫുഡ് കിട്ടത്തില്ല. പക്ഷേ കസ്റ്റമർ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കസ്റ്റമർ ഹാപ്പിയാണ്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും പ്രതീക്ഷയില്ല ഇന്ന് ഫുഡ് കിട്ടുമെന്ന്. അവർ വിശന്നിരുന്നതാണ് നല്ല രീതിയിൽ. അപ്പം കാരണം ഡെലിവറി ബോയ്സ് അധികം കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ ഡെലിവറി ബോയ്സ് ഇല്ല ഇവിടെ. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് ലൈക്ക് എല്ലാവരും നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് ഇത്ര ഓർഡർ കിട്ടിയത്, നമ്മൾ ഇത്ര ലേറ്റായതും. അല്ലെങ്കിൽ നമുക്ക് നോർമലി ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 6-8 ഓർഡർ, ഏറ്റവും കുറഞ്ഞത് ഉറപ്പായിട്ട് 8-6 ഓർഡർ കിട്ടും. പിന്നെ നല്ല ഓർഡർ ഉള്ള ദിവസമാണെങ്കിൽ 8-9 ഓർഡറുകളാണ് പാർട്ട് ടൈമായിട്ട് 6 മണിക്ക് ശേഷം 11 മണിക്കകത്ത് നമുക്ക് കിട്ടുന്നത്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ ചോദിക്കണം കേട്ടോ. കാരണം ഒരുപാട് കമൻറ്റുകൾ വരുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു എന്ത് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ മുന്നോട്ട് അടുത്ത വീഡിയോ ചെയ്യാനും കുറേ കാര്യങ്ങൾ അറിയാനും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മസ്റ്റായിട്ട്. അത് മാത്രമല്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണത് മസ്റ്റായിട്ട് നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ചെയ്യണം. കാരണം അതായിരിക്കും ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് ടൈം
വിശേഷം. ഇന്ന് നമ്മൾ ഫുൾ ഒരു ദിവസം പാർട്ട് ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവർക്ക് എത്ര രൂപ ഏൺ ചെയ്യാന്നുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ ആണ് ഇന്ന് കേട്ടോ. നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഓർഡർ ഏണിങ്സ് എന്ന് പറയുന്നത് 913 അതിൻ്റെ കൂടെ 145 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ 1050 കൂട്ടിക്കോ. അതിനകത്ത് നിന്ന് 200 രൂപ പോയി കഴിഞ്ഞാൽ 900 രൂപ. 1050 200 പോയി കഴിഞ്ഞാൽ ഒരു 850. അപ്പോൾ 850 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് കുറവുള്ള വണ്ടിയാണെങ്കിൽ 200 രൂപ ആയിരിക്കത്തില്ല പെട്രോൾ, അതിലും കൂടുതൽ ചിലവാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് വ്യത്യാസം വരാം. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് എന്തുവാണ്, അതാണ് ഇത്രയാണ് നമുക്ക്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കിട്ടുന്ന ക്യാഷ്, ഇന്ന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി 400 രൂപ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ ക്യാഷ് നമ്മുടെ പോക്കറ്റിൽ ഓൾറെഡി ഉണ്ട്, ക്യാഷായിട്ട് കളക്ട് വെച്ചാൽ. അപ്പം ബാക്കിയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ വരുന്നത്. സോ ഗൈസ് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷം. നമ്മൾ കുറച്ച് ടയേർഡാണ്, കണ്ണെന്തോ കുറച്ച് പെയിനുണ്ട്, പിന്നെ ചെറിയ നല്ല ക്ഷീണമുണ്ട്. ഇപ്പം ബോഡി പെയിൻ ഓൾറെഡി വന്നു. നമുക്ക് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് നമ്മൾ നേരത്തെ വാങ്ങിച്ച് നമുക്ക് ബ്രെഡ് കഴിക്കണം, എന്നിട്ട് നേരത്തെ തന്നെ നമുക്ക് ഉറങ്ങണം. നാളെ രാവിലെ പോകണം. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പൂജപ്പുര പാർക്കിലാണ് കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളപ്പോൾ ഇനിയിപ്പോൾ പാർക്ക് ചെയ്യുന്ന നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ വണ്ടി നമ്മൾ റോഡിൻ്റെ അപ്പുറ സൈഡ് വെച്ചിട്ടുണ്ട്. സോ സീ യു ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.